ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും മിത്രയ്ക്കും നഷ്ടപ്പെട്ടു പോയ ആ സ്വർണം മിഥുൻ്റെ കയ്യിൽ നിന്നും പോലീസ് തിരിച്ചെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ആര്യ പറയുന്നുണ്ട്, ഈ സ്വർണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, മിത്രയുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെ കൊടുത്തേക്കണമെന്ന്. പക്ഷേ ഇവരുടെ പരാതിന്മേൽ കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ട് ഇവർക്ക് തന്നെയാണ് പോലീസ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും കൊണ്ട് വരുമ്പോൾ മിത്ര വല്ലാത്ത സന്തോഷത്തിൽ ആര്യനോട് പറയുന്നുണ്ട്, നമുക്ക് ഇത് വെച്ചിട്ട് ബിസിനസ് തുടങ്ങാം, ട്രാവൽ ഏജൻസി തുടങ്ങാം, ആര്യൻ്റെ ഇഷ്ടം പോലെ. അത് വേണ്ട, അത് ശരിയാകത്തില്ല. പിന്നെ ഈ സ്വർണ്ണം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ലല്ലോ. നിൻ്റെ അച്ഛനും അമ്മയും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എന്നിട്ട് നീ അവരുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്കിത് വലിയൊരു നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നമ്മളത് തിരിച്ച് തന്നെ കൊടുക്കണം. ട്രാവൽ ഏജൻസി, ബിസിനസ്, അതൊക്കെ നമ്മുടെ മാത്രം കാര്യമല്ലേ മിത്രേ? അത് നിൻ്റെയോ എൻ്റെയോ പണം കൊണ്ട് ഉണ്ടാക്കണം, എന്നാലേ അത് നമ്മുടേതാവുള്ളൂ. എന്നാലും ആര്യ, നമുക്ക് പെട്ടെന്ന് അതിന് പറ്റുമോ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ലോണ് കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു ഉരുപ്പടി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ പെട്ടെന്ന് കിട്ടും. എടി, നീ അതൊന്നും വിഷമിക്കണ്ട, അതൊക്കെ തനിയെ ഉണ്ടാവും. എത്ര ദിവസമായിട്ട് ആര്യൻ ഇങ്ങനെ വല്ലാത്തൊരു ഡിപ്രഷൻ മൂഡിലിരിക്കുന്നു, അതൊന്നും മാറണ്ടേ? എൻ്റെ അച്ഛൻ്റെ അമ്മയും എനിക്ക് വേണ്ടി തന്നതല്ലേ, നമ്മുടെ തന്നെ എന്ന് വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. നീ ഇത് തിരിച്ചു കൊടുക്കണം. നമുക്കുള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും മിത്രയെന്ന് പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മിത്രയാണെങ്കിൽ അത് മീനാക്ഷിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് അവിടെ ചെന്ന് കാര്യം പറയാണ്. മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഇതിൻ്റെ കയ്യിൽ നിന്നും കുറച്ചൊക്കെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കി തരണം. ആര്യനായിട്ട് അത് ചെയ്യില്ല, കാരണം ആര്യന് അഭിമാന പ്രശ്നമുണ്ട് ചേച്ചി. ഇപ്പം നമുക്കൊരു ബിസിനസ് തുടങ്ങണം, ആര്യന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് ചേച്ചി നിങ്ങളെ സഹായിക്കണം. പക്ഷേ മീനാക്ഷി പറഞ്ഞുകൊണ്ട്, മോളെ ഇത് വലിയ പ്രശ്നമാവും. വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് തിരുത്താൻ പറ്റാത്ത അത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും. നീ ആലോചിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ നമ്മുടെ മിത്ര അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ആര്യൻ്റെ സന്തോഷമാണ് മിത്രയ്ക്ക് വലുത്. അതുപോലെ അച്യുതൻ്റെ വായിൽ നിന്നും സത്യം അറിഞ്ഞല്ലോ നമ്മുടെ ധർമ്മൻ. കാരണം അനുമോളും അലോകും തമ്മിൽ അത്ര രസത്തിലല്ലാന്ന്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഇവരുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവർ പരസ്പരം പെരുമാറണം എങ്ങനെയാണെന്ന് അതിനിടെ കൂടെ അനുമോളോട് ചോദിക്കുകയാണ്, മോളെ അനു, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, നല്ല സ്നേഹത്തിലാണോ, എങ്ങനെയാണെന്ന്. പിന്നെ അലോകിനെ പിടിച്ച് അടുത്ത് നിർത്തി കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മാമൻ എന്താ വിചാരിച്ച് വെച്ചിരിക്കണത്? ഇതേ അലോകിൻ്റെ ജീവനാണ്. നമ്മൾ ഈ ചക്കരയും ഈച്ചയും പോലെയാണ്, കണ്ടില്ലേ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നും. പക്ഷേ അലോകിൻ്റെ മുഖമൊന്നും അത്ര തെളിയണില്ല കേട്ടോ. അതോടുകൂടി നമ്മളെ ധർമ്മനാകെ മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ട്, കണ്ടുപിടിക്കണമെന്ന്. ഇതാണ് കേട്ടോ വരുന്ന പ്രൊമോയിൽ കാണിച്ചിരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്